ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആംഗ്ലിക്കിന് പോയ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ചുണ്ടത്ത് ഈ ലൂർ ഹുക്കായി ശേഷം നമ്മളത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല പരിപാടികളും നോക്കി, പക്ഷെ നടന്നില്ല. കാരണം ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഹുക്കാണ്, മാത്രമല്ല അത് ഒരു ഡയറക്ഷനിലേക്ക് പോരുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞങ്ങൾ 2 ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. പക്ഷെ 2 ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവിടെ ഞങ്ങളുടെ ഫെസിലിറ്റി ഉണ്ടായില്ല. പിന്നെ പുള്ളി തന്നെ പറഞ്ഞു നമുക്കൊന്ന് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഓഫീസിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സാറന്മാർ, അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മൾ ഒരു നിപ്പർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കി. പക്ഷേ അത് നിപ്പർ അതിൻ്റെ അടുത്ത് സ്റ്റക്കായി പോയപ്പോൾ ഒന്നുകൂടി പെയിനായി. അത് മാത്രമല്ല അത് എടുക്കാൻ വേണ്ടി നന്നായിട്ട് പാടുപെട്ടു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ദുർഘടമായ പ്രവർത്തനമാണ് സംസ്ഥാന വ്യാപകമായി. പിന്നീട് മോട്ടറൈസ് ആയിട്ടുള്ള കട്ടർ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കൊണ്ടുവന്നിട്ടാണ് നമ്മളത് പിന്നെ കട്ട് ചെയ്ത് മാറ്റിയത്. അത് കട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം വെച്ചാൽ കാർബൺ ഹുക്ക് ആയതുകൊണ്ട് നല്ല ഹാർഡായിട്ടുള്ള ഹുക്കാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹീറ്റാകാൻ തുടങ്ങി. ഈ ഹുക്ക് ഹീറ്റാകുമ്പോൾ ചുണ്ട് പൊള്ളും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ പിന്നെ അത് നമ്മൾ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ടൊക്കെയാണ്. ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ കൂട്ടം കൂടി നിന്ന് ചൂണ്ടിടാണ്ടിരിക്കുക. ചൂണ്ടയുടെ സൈഡിൽ നിന്നൊക്കെ മാറി നിന്ന് ചൂണ്ടിടുക. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു റോഡും ട്രീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കഴിയാവുന്ന സൂക്ഷിച്ച് ചൂണ്ടിടുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയണമെന്ന് വെച്ചാൽ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനോടാണ്. കാരണം വെച്ചാൽ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ വന്നത് ഡീൽ ചെയ്തത്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 100 കൂട്ടം പ്രശ്നങ്ങളാണ്, 100 കൂട്ടം കാര്യങ്ങൾ അവർ പറയും. അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അവർ പറയും. പക്ഷേ ഇവരതൊന്നുമില്ല. ഇവർ വളരെ സിമ്പിളായിട്ടാണ് ഇവർ ഹാൻഡിൽ ചെയ്തത്. ഫയർ ആൻഡ് റെസ്ക്യൂവിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയണം. കാരണം വെച്ചാൽ നമ്മളൊന്നും പേടിപ്പിക്കാനാണ് അവർ ആ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ചെയ്തു തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നമ്മൾ ട്രീറ്റ് എടുക്കാൻ പറഞ്ഞു. നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ് എടുത്തു. അപ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആളുകളാണ് ഫയർ ആൻഡ് റെസ്ക്യൂ. ഇതുപോലത്തെ എന്ത് കേസ് വന്നാലും നിങ്ങൾ ധൈര്യമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അടുത്ത് നിന്നും അവർ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കും.